ഈ കഥകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കഥകൾ നമ്മുടെ സറൗണ്ടിങ്സിലെ കഥകളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എഴുതി അല്ലെങ്കിൽ സ്റ്റോറികളാക്കി കഥകളാക്കി മാറ്റുന്നുള്ളത് പലർക്കും പല രീതിയായിരിക്കും. അപ്പോൾ അതിനകത്ത് ഏത് രീതിയാണ് നമ്മുടെ രീതിയെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് ഓരോ ഇതിനനുസരിച്ചാണ് ഓരോ കഥകൾക്ക് ഓരോ. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇത് സോഴ്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ്. ഓരോരുത്തരും ഓരോ റൈറ്റേഴ്സും കഥാകാരന്മാരും ഓരോ റൈറ്റേഴ്സും ഓരോ രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്, കഥകളുടെ സോഴ്സസ് കണ്ടുപിടിക്കുന്നത്. കഥകളുടെ സോഴ്സിനെ പറ്റി നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇത് എങ്ങനെയാണ് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും അനുഭവത്തിൽ നിന്നാണെന്ന് പറയാം. അപ്പോൾ കഥകൾ എഴുതാനായിട്ട് ഭയങ്കര അനുഭവങ്ങൾ വേണമായിരുന്നു പലരും പറയാം. പക്ഷേ അങ്ങനെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ലാതെ നമ്മുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്ത് കാണുന്ന കാര്യങ്ങളിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒക്കെ അവിടെ നിന്നെല്ലാം നമുക്ക് കഥകളെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പലരും കഥകൾ കണ്ടുപിടിച്ചിട്ടുള്ള കഥകൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥ ഞാൻ എഴുതിയൊരു കഥ വേറൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം. നമ്മളൊരു കഥേനെ വേറൊരാളോട് പറയുമ്പോൾ നല്ല കഥയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് ഈ വായിക്കുന്ന അല്ലെങ്കിൽ ആ കഥ അനുഭവിക്കുന്ന ആ ഒരു കഥ, സിനിമയാണെങ്കിൽ പ്രേക്ഷകൻ, ഇല്ല കഥ വായിക്കുന്ന നോവൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു വായനക്കാരൻ, അവരുടെയൊക്കെ ഒരു റെസ്പോൺസ്, അവരുടെയൊക്കെ ആ റെസ്പോൺസ് അനുസരിച്ചാണ് ആ കഥ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മാസ്സായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകളാണ് മഹത്തായ കഥകൾ അങ്ങനെയൊന്നുമില്ല. ഈ പലരും പല രീതിയിലാണ് ഇങ്ങനെയുള്ള കഥകളെ കൺസീവ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും, എല്ലാ കഥകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു പണിയാണ്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഒരു ക്രിയേറ്റീവ് ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് മുമ്പോട്ട് എപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കുക എന്നുള്ള കാര്യം. എല്ലാ കാര്യത്തിലും നമുക്ക് പലരുടെയും അഭിപ്രായങ്ങളൊക്കെ കേൾക്കേണ്ടി വരും, ചോദിക്കേണ്ടി വരും, ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളെങ്ങനെയാണ് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് തിങ്ങിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കുക. പലരുടെയും അഭിപ്രായം എടുത്തിട്ട് ഒരു ക്രിയേറ്റീവ് സൃഷ്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ഓൺ അഭിപ്രായം മാത്രം വെച്ചിട്ടും ഒരു ക്രിയേറ്റീവ് സൃഷ്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു വേൾഡിൽ നമ്മൾ പലരും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കൺവിൻസ് ചെയ്യുക, എൻ്റെ രീതിയാണ് ശരി എന്ന് പറയിപ്പിക്കുന്ന ഒരു കൺവിൻസിങ് പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമുക്കൊരു ക്രിയേറ്റീവായിട്ട് തുടരാൻ പറ്റുക. ഇപ്പോഴത്തെ പുതിയ കാലത്ത് നമ്മൾ ഇപ്പോൾ ഡിസൈനിങ്, ക്രിയേറ്റീവ് എന്നൊക്കെ പറയുന്ന പല വീഡിയോസും നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന റീൽസിൽ വരുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, ഇപ്പോൾ എങ്ങനെ, അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ അപ്ഡേറ്റ് ചെയ്യാത്തവർ അവർ ചെയ്യുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ. അതായത് ചില ഡിസൈനേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന നോളജ് മാത്രമേ ഷെയർ ചെയ്യാനുള്ളൂ, അല്ലാതെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് കാണിക്കുന്നില്ല. അതായത് എല്ലാത്തിനും ഇപ്പോൾ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ക്യാൻവ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, അതുകൊണ്ടാണ് ക്യാൻവ പറയുന്നത്. അതിനകത്ത് ടെംപ്ലേറ്റ്സ് നമുക്കറിയാം. അങ്ങനെ എത്രയോ അധികം ടെംപ്ലേറ്റ്സ് ഉള്ള അഡോബിയുടെ എല്ലാം എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയറുകളിലെല്ലാം ടെംപ്ലേറ്റ്സുകളുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഈ ബ്രാൻഡിങ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പേഴ്സണലി ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കാണാം, ബ്രാൻഡിങ്ങിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും അത് അവർ മിസ്ലീഡ് ചെയ്യിക്കുക ആണ് ഇപ്പോഴത്തെ ക്രിയേറ്റീവ് പീപ്പിൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യുക, വേൾഡ് പോകുന്ന രീതിയിലേക്ക് നമ്മൾ പോകുക എന്ന് വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ ഈ പഴയ രീതിയാണ് അഡ്വർടൈസിങ്ങിൽ. എനിക്ക് തന്നെ ഒരു 22 വർഷത്തോളം 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ തോട്ടുകളാണ് ശരി എന്ന് വേറൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാളെ കൊണ്ട് അങ്ങനെ തിങ്ക് ചെയ്യിപ്പിക്കുന്നതിലും നല്ലത് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലെ ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നല്ലാതെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള തിയറീസൊക്കെ ബ്രാൻഡിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് എന്താ വേണ്ടത് ബ്രാൻഡിങ്ങിൽ അല്ലെങ്കിൽ ആഡ് ഫിലിംസിൽ എല്ലാം വേണ്ടത് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു ക്ലയൻറ്റിന് ബ്രാൻഡിങ് ചെയ്യാനാണെങ്കിൽ ആ ക്ലയൻറ്റിന് തന്നെ ഓൾമോസ്റ്റ് നോളജ് ഉണ്ട്, എന്താണ് ആവശ്യം, എങ്ങനെയായിരിക്കണം വരേണ്ടത് എന്നെല്ലാം. അപ്പോൾ പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ്, അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കൂടുതൽ കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു റെഫറൻസുകളെങ്കിലും കാണിക്കാതെ ഒരു ക്ലയൻറ്റ് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ റെഫറൻസ് കാണിക്കുമ്പോൾ നമ്മൾ ആ റെഫറൻസ് തന്നെ കോപ്പി ചെയ്യാനുള്ളൊരു ടെൻഡൻസിയും ക്ലയൻറ്റ് അതിന് വില്ലിങ്ങും ആണെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് തന്നെ അങ്ങ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ഈ ക്രിയേറ്റിവിറ്റിക്ക് സ്ഥാനം വരുന്നത്? അതേപോലെ പല ടെംപ്ലേറ്റ്സുകളും വീഡിയോ എഡിറ്റിങ്ങിലാണെങ്കിലും പല ടെംപ്ലേറ്റ്സുകളും ആഡ് ടെംപ്ലേറ്റ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എത്ര ടെക്നോളജി വളർന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറികൾ പറഞ്ഞ കഥകൾ തന്നെയാണ്, എല്ലാം പുതിയ കഥകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞ കഥകൾ തന്നെ പുതിയ രൂപത്തിൽ നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റുക എന്നല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യവും നമ്മുടെ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും പിന്നെ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റും എല്ലാം കൂടി മീറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റിന് എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ടാവും. പക്ഷേ ആ ഡിമാൻഡിൻ്റെ പ്രശ്നം വരുന്നത് ഇപ്പോൾ ക്ലയൻറ്റ് തന്നെ AI യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ കാണിക്കുന്നു, ഇങ്ങനെ വേണം എന്ന് പറയുന്നു, ഇതല്ല ഇതേപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ബെറ്റർ വേണം എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ട് ക്ലിങ്ക് AI ഒക്കെ ഉണ്ടല്ലോ, ഡാൻസ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള ആനിമേഷൻ ചെയ്യാൻ പറ്റുന്ന ഇമേജ് ടു വീഡിയോ ആക്കാൻ പറ്റുന്ന ഏതെങ്കിലും AIനെ ആശ്രയിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കാലം വിദൂരമൊന്നുമല്ല, ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ AI പ്ലാറ്റ്ഫോമിന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അത് മേടിച്ചിട്ട് ഇമീഡിയറ്റ്ലി റൂമിനകത്തിരുന്നിട്ട് ഒരു എഡിറ്റിംഗ് ടേബിളിനകത്തിരുന്നിട്ട് മ്യൂസിക്കും ഒക്കെ AI ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ഫിലിമുകളൊക്കെ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത് അതാണ്. അല്ലാതെ ഇങ്ങനെ ഞാൻ തിങ്ക് ചെയ്ത് ഞാനൊരു ക്രിയേറ്റീവ് ഉണ്ടാക്കി അത് ക്ലയൻറ്റിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയൊന്നുമുള്ള ക്ലാസ്സുകൾ ഇനി വർക്കാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ നമുക്ക് മാത്രം അറിയാവുന്ന നോളേജ് മാത്രം വേറൊരാൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഷെയർ ചെയ്താൽ തന്നെ ഒരു 5% മാത്രമേ നമ്മൾ വേറൊരാൾക്ക് അയാൾക്ക് എന്തെങ്കിലും അയാളുടെ മനസ്സിലൊരു ചലനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ അയാൾ പോലും ഒരു 5% മാത്രമേ കൺസ്യൂം ചെയ്യാനും ഈ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവർക്ക് പറ്റുള്ളൂ. അല്ലാതെ ഈ പ്രോസസ്സിലൂടെ 100% കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഒരു 10 വർഷത്തിന് മുമ്പാണെങ്കിൽ പറയാം, ഒരു 15 വർഷം അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്തായിരുന്നെങ്കിൽ ക്രിയേറ്റീവ് ഒരു തോട്ട് നമുക്ക് വരുന്നു, അത് പേപ്പറിലേക്ക് ആക്കുന്നു, അത് സീനാക്കി എഴുതുന്നു, അതിനെ പ്രീ പ്രൊഡക്ഷൻ ചെയ്യുന്നു, അതിനെ കൺസീവ് ചെയ്യുന്നു, അതിന് ടീം മെമ്പർ ഉണ്ടാക്കുന്നു, ടീം ബിൽഡ് ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ക്ലയൻറ്റുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു
ക്രിയേറ്റീവ്സിനും മാർക്കറ്റിംഗ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഇപ്പോൾ ക്ലയൻറ്റ് രണ്ടിനും ഈ രണ്ട് കാര്യങ്ങൾക്കും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ ഈ ക്രിയേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നൊരു ക്ലയൻറ്റിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും, ഇതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഈ ഷൂട്ട് ചെയ്തത്, എനിക്ക് വേണ്ടത് ഇങ്ങനെയാണെന്ന് ഓപ്പണായിട്ട് പറയാനും സാഹചര്യമുള്ളപ്പോൾ നമ്മൾ ഈ പഴയ രീതിയിലുള്ള ഷൂട്ടിങ്ങും റൈറ്റിങ്ങിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് ക്ലാസ് കൊടുത്തിട്ട് വലിയ കാര്യമില്ല. ഇൻസ്റ്റഡ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ പ്ലസ് AI, ഹ്യൂമനും ടെക്നോളജിയും കൂടെ ചേർന്നിട്ടുള്ള രീതിയിൽ ഈ ക്രിയേറ്റീവിനെ എങ്ങനെ നമ്മുടെ രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്തെടുപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. താങ്ക് യു.